ഷെയർ ചാറ്റിൽ എങ്ങനെയാണ് KYC കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഷെയർ ചാറ്റ് ഓപ്പൺ ചെയ്ത് ലൈവ് ഓപ്ഷനിൽ പോകാം. താഴെയുള്ള ലൈവ് ഓപ്ഷനിൽ പോകാം. ലൈവ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽഡിലായിരിക്കും എത്തുക. അവിടെ ഏറ്റവും മുകളിൽ ഒരു കോയിന്റെ ഒരു ഫോട്ടോ കാണും, ഒരു ലോഗോ കാണും. ആ കോയിന്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ വാലറ്റ്. ലോഗോ കോയിനാണ് നിങ്ങളുടെ വാലറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തും. അവിടെ ഏറ്റവും താഴെ കോയിൻസ്, ജെംസ്, സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജെംസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് KYC പേജിലേക്ക് പോകാൻ പറ്റുക. അവിടെ KYC പെൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. KYC കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആയിരിക്കും ആദ്യമായിട്ട് ചോദിക്കുക. സോ ആദ്യം നിങ്ങൾ പാൻ കാർഡിന്റെ ഒരു ഫ്രണ്ടിൽ ഫോട്ടോ എടുത്ത് കൊടുക്കണം. അതനുസരിച്ചുള്ള ഡീറ്റെയിൽസ് താഴെ പാൻ കാർഡ് നമ്പർ, പാൻ കാർഡ് പാൻ കാർഡിലെ പേര്, പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം വെരിഫൈ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അടുത്ത പേജിലേക്ക് വരും. അവിടെ എല്ലാം പാൻ കാർഡ് ഡീറ്റെയിൽസ് വളരെ എല്ലാം അക്ഷരത്തെറ്റോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഇതെല്ലാം പാൻ കാർഡിന്റെ പേരും പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും പാൻ കാർഡിന്റെ എല്ലാം വളരെ ശ്രദ്ധയോടെ ആഡ് ചെയ്യണം. അതിൽ തെറ്റൊന്നും വരുത്തരുത്. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ പാൻ കാർഡ് പെൻഡിങ് വരും, അതായത് KYC പെൻഡിങ് ആവും. പിന്നെയുള്ളത് സെൽഫി ഓപ്ഷനാണ്. സെൽഫി വെരിഫിക്കേഷൻ ആണ്. ഇതേപോലൊരു സെൽഫി വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുശേഷമായിരിക്കും നമ്മുടെ KYC കംപ്ലീറ്റ് ആക്കുക. അത് എല്ലാ KYCയിലും ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതിനുശേഷം നമ്മുടെ ആധാർ സൈനിങ്ങിന്റെ ഒരു പ്രോസസ്സ് വരും. നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പർ കൊടുത്തിട്ടൊരു വെരിഫിക്കേഷൻ, അതിലേക്ക് ഒരു OTP വരും. ആ OTP ആയിരിക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. OTP നിങ്ങളുടെ ആധാറിന്റെ നമ്പർ അടിച്ചു കൊടുക്കാം. ആധാറിന്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ആണ് ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകും. ഇവിടെ KYC സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ, ഇപ്പോൾ മുകളിൽ കാണുന്നുണ്ട് KYC കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ VOC അല്ലെങ്കിൽ ഷെയർ ചാറ്റ് എക്സിക്യൂട്ടീവിനെ കണക്ട് ചെയ്താൽ മതി.